ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യൂക്ലിഡിലാണ് ജനിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലൊവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൻ പാണ്ഡ്യയുടെ സഹോദരപുത്രിയാണ് സുനിത. മൈക്കേൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശയാത്രയ്ക്ക് നാസ തെരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗള ആയിരുന്നു. സ്ലോവേനിയൻ വംശജ എന്ന നിലയിലും ഇവർക്ക് 2ാം സ്ഥാനമാണുള്ളത്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് 1ാം സ്ഥാനമുണ്ട്. മസാച്യുസെറ്റ്സിലെ നീതം ഹൈസ്കൂളിൽ നിന്ന് 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം എടുത്തു. 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 നീമോ 2 ദൗത്യത്തിൽ അംഗമായി. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. STS-116 എന്ന് പേരു നൽകിയിരുന്ന ഈ സംഘം 14ാമത് പര്യവേക്ഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ 15ാം പര്യവേക്ഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 ജനുവരി 31 അവർ ആദ്യമായി ബഹിരാകാശത്തു നടന്നു. പിന്നീട് ഫെബ്രുവരി 7 9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി. 9 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്തു നടന്നു. തുടർന്ന് 4ാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ അവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി. 2007 ഡിസംബർ 18 പെഗ്ഗി വിറ്റ്സൺ എന്ന വനിത 32 മണിക്കൂറും 32 മിനിറ്റും പൂർത്തിയാക്കുന്നതുവരെ ഇത് നിലനിന്നു. 2007 ഏപ്രിൽ 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2008 ബോസ്റ്റണിൽ വെച്ച് നടന്ന മാരത്തണിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. STS-117 ദൗത്യത്തിലും പങ്കാളിയായ സുനിത ഈ ദൗത്യസംഘത്തോടൊപ്പം 2007 ജൂൺ 22 ഭൂമിയിൽ മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്തു താമസിച്ചുകൊണ്ട് ഇവർ പുതിയ ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. 215 ദിവസം ബഹിരാകാശത്തു കഴിച്ചു കൂട്ടിയ മിഷേൽ ലോബസ് അലേഗ്രിയ മാത്രമേ ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ മുന്നിലുള്ളൂ. വനിതകളിൽ ഇവർ തന്നെയാണ് 1ാമത്. 32ാമത് പര്യവേക്ഷക സംഘത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് 2012 ജൂലൈ 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05M എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചിരുന്നു. ഇനി 33ാമത് പര്യവേക്ഷക സംഘത്തിന്റെ കമാൻഡർ പദവിയും അവർക്കായിരിക്കും. സുനിത വില്യംസ് 4 പ്രാവശ്യം ബഹിരാകാശത്ത് നടക്കുകയുണ്ടായിട്ടുണ്ട്. 4 പ്രാവശ്യവും കൂടി അവർ നടന്ന സമയം 29 മണിക്കൂറും 17 മിനിറ്റുമാണ്. 2012 ആഗസ്റ്റ് 30 ജപ്പാനീസ് ആസ്ട്രോനോട്ട് ആയ ഹോഷിഡയോടൊത്ത് അവർ 5ാം വട്ടം ബഹിരാകാശത്ത് ഇറങ്ങി നടന്നിരുന്നു. കേടുവന്ന മെയിൻ ബസ് സ്വിച്ചിംഗ് യൂണിറ്റ് ഒന്ന് മാറ്റിവെക്കുക, പ്രഷറൈസ്ഡ് മാറ്റിംഗ് അഡാപ്റ്റർ ഫ്രണ്ട് സ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്രാവശ്യം അവർ പേടകത്തിന് പുറത്തിറങ്ങുന്നത്. കൂടാതെ മുമ്പ് 1987 സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചിരുന്നു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി. 1989 നേവൽ അവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോംബാറ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ 3 റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിശീലനത്തിന് ശേഷം ഹെലികോപ്റ്റർ കോംബാറ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ 8 ചേരുകയും ഓപ്പറേഷൻ ഡിസേർട്ട് ഷീൽഡ്, ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫർട്ട് എന്നിവയിൽ പങ്കാളിയാവുകയും ചെയ്തു. 1992 H-46 ഓഫീസർ ഇൻചാർജ് പദവി സ്വീകരിക്കുകയും ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു.
1993 ജനുവരിയിൽ US ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. 1993 ഡിസംബറിൽ കോഴ്സ് പൂർത്തിയാക്കി. റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസറാവുകയും ചെയ്തു. 1995 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥിയായിട്ടായിരുന്നില്ല, റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ, സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിലെ UH-60, OH-6, OH-58 എന്നീ ഹെലികോപ്റ്ററുകൾ പറത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സൈപാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർ ബോസുമായി. ഈ കാലത്താണ് അവരെ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സുനിതയുടെ ഇന്ത്യ സന്ദർശനം. 2007 സുനിത വില്യംസ് ഇന്ത്യയിലെത്തി. സബർമതി ആശ്രമവും ഗുജറാത്തിൽ അവരുടെ പിതാവിന്റെ ജന്മഗ്രാമമായ തുലാസൻ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി. 2007 ഒക്ടോബർ 4 അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു.